നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ യാത്രകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിസ്കാരത്തിൻ്റെ ജമ്മും കസറുമാക്കലേ ഇപ്പോഴും നമ്മളെ കൂടെ വരുന്ന ഒരുപാട് ആളുകൾക്ക് ഡൗട്ടുണ്ട്. അതുപോലെ നമ്മളെ കാണുന്ന ഒരുപാട് ആളുകൾക്കും ഒരുപാട് ഡൗട്ടുണ്ട്. അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരും. ജമ്മും കസറും ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഈ മുന്തിച്ച് ജമാക്കുക പിന്തിച്ച് ജമാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന കുറേ ഡൗട്ടുകളാണ് നമ്മളെ വല്ലാതെ സംശയിക്കണം. എങ്ങനെയാണ് ഈ മുന്തിക്കുക, എങ്ങനെയാണ് ഈ പിന്തിക്കുക എന്നൊക്കെ പറയണത്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു യാത്രയുടെ കുറിച്ചിട്ട് നമ്മൾ വിശദീകരിച്ചപ്പോൾ ഈ ജംഉം കസറും എന്ന് പറയുന്നത് യാത്രയുടെ ഒരു മഹത്വം കൂടി നമുക്ക് മനസ്സിലാക്കി തരികയാണ്. കാരണം അനുവദനീയമായ യാത്രകളിൽ നമ്മുടെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നിസ്കാരത്തിനേക്കാൾ വലിയൊരു ഇബാദത്ത് വേറെ വരാനില്ല. ആ നിസ്കാരത്തിന് പോലും നമുക്ക് എന്തുണ്ട്, യാത്രയിലാകുമ്പോൾ ഇളവ് തരികയാണ് നിസ്കാരത്തിൻ്റെ രൂപങ്ങൾക്ക്. അതാണ് യാത്ര എന്ന് പറയുന്നത്. അത്രയും പ്രാധാന്യപ്പെട്ട ഒന്നായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇളവ് പ്രധാനപ്പെട്ട ഇബാദത്തിൽ പോലുള്ളൊരു ഇളവ് തരുന്നത്. അനുവദനീയമായ യാത്ര ചില ആളുകളൊക്കെ വിചാരിക്കാറുണ്ട്, ഇങ്ങനെ ഊട്ടിക്ക് പോകുമ്പോൾ മൈസൂർക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ ഇപ്പം നമ്മൾ വന്നത് തന്നെ ഒരു ട്രിപ്പായിട്ടാണ്. അങ്ങനെ വരുമ്പോഴൊന്നും ജമ്മു കസറും പറ്റൂല എന്നൊക്കെ ഞാൻ പറയണത് കേട്ടിട്ടുണ്ട് പലരും. അതൊരു തെറ്റിദ്ധാരണയാണ്. ശരിക്കും ജമ്മു കസറും ആക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡം ഇസ്ലാമികമായിട്ട് ഷാഫി മദ്ഹബ് പ്രകാരം പറയുന്നത് അനുവദനീയമായ യാത്ര. അത് കിലോമീറ്ററിൻ്റെ കണക്കിൽ പല അഭിപ്രായ വ്യത്യാസമുണ്ട്. 2 മർഹല എന്നാണ് അറബിയിൽ അതിന് പറയാം. 81 കിലോമീറ്റർ, 82 കിലോമീറ്റർ, 120 കിലോമീറ്റർ നമ്മൾ മൊത്തത്തിൽ ഇനി എത്ര ഏറിപ്പോയാലും പറയാം. അപ്പോൾ ഒരു 120 കിലോമീറ്ററുള്ളൊരു യാത്ര, ആ യാത്ര തന്നെ അനുവദനീയമായ യാത്ര. ഈ 2 കാര്യങ്ങളാണ് ജംഉ കസറാക്കുന്നതിനുള്ള ആനുകൂല്യം കിട്ടുന്നത്. അനുവദനീയമായ യാത്ര, ഒരു യാത്ര അനുവദനീയമാകുന്നതും അനുവദനീയമാകാതിരിക്കുന്ന എപ്പോഴാണ്, അത് യാത്ര ചെയ്യുന്ന ആളുകളുടെ നിയ്യത്തനുസരിച്ച്. അതല്ലേ ഇസ്ലാമിലെ ഹലാലായ അനുവദനീയമായൊരു സംഭവം. നമ്മളിപ്പോൾ ഈ യാത്രക്ക് ഒരുപാട് ലക്ഷ്യമുണ്ട്. നമ്മൾ ഒരുപാട് ഇൽമ് നമ്മൾ ചർച്ച ചെയ്ത് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിച്ച് കണ്ട് മനസ്സിലാക്കി അനുഭവിച്ചറിഞ്ഞു. ഇതൊക്കെ നമ്മുടെ യാത്രയിൽ നിന്ന് കിട്ടിയ ഫലങ്ങളാണ്. അപ്പോൾ ഇതൊരു സുന്നത്തായ യാത്രയാണ്, ഒരു അനുവദനീയമായ യാത്രയാണ്. ഇപ്പം നമ്മളും ളുഹറിൻ്റെ സമയം കഴിഞ്ഞു, പക്ഷെ നമ്മൾ ളുഹർ നിസ്കരിച്ചിട്ടില്ല. ഇതൊക്കെ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ വരുന്നതാണ്. നമ്മുടെ നിയ്യത്തനുസരിച്ചിട്ടാണ് അതിൻ്റെ അനുവദനീയത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ട്രിപ്പ് പോകുന്നത് കൊണ്ട് നിസ്കാരം മുടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇത് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഐഡിയപരമായി നമ്മൾ മനസ്സിലാക്കിയാൽ, മുന്തിക്കുക പിന്തിക്കുക എന്ന് പറയുന്നതിൽ ഇപ്പം നമ്മൾ മുന്തിക്കുക എന്നുള്ളതിൽ ആദ്യത്തെ മു എന്ന വാക്ക് ഇപ്പം നമ്മൾക്ക് എന്തായാലും മനസ്സിലുണ്ടാവും. മുന്തിക്കുക എന്ന് പറയുമ്പോൾ മുന്തിക്കുക എന്ന് പറയുമ്പോൾ ഈ മു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറയും മുന്നേ നിസ്കരിക്കുക. അതായത് സമയമാകുന്നതിൻ്റെ മുമ്പ് നിസ്കരിക്കുക. മുന്തിക്കുക ആ സമയം. അപ്പം നമ്മുടെ അസർ സമയമായിട്ടില്ല, പക്ഷെ അസർ സമയമാകുന്നതിൻ്റെ മുമ്പ് നിസ്കരിക്കുക. ഇതാണ് മുന്തിക്കുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ളുഹറും അസറും കൂടി മുന്തിച്ച് ജമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ളുഹറിന്റെ സമയത്താണ് നിസ്കരിക്കുന്നത്. ഏതും കൂടി നിസ്കരിക്കും, അസറും കൂടി നിസ്കരിക്കും. കാരണം അസറിന്റെ സമയമായിട്ടില്ല, നമ്മുടെ അസറിനെ സമയമാകുന്നതിന്റെ മുമ്പ് നിസ്കരിക്കുക. അത് വളരെ സിമ്പിളാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ജമാക്ക് അസർ നിസ്കരിക്കുന്നില്ല, ളുഹറിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അസർ കൂടി നിസ്കരിക്കുമ്പോൾ ളുഹറിനെ അസറിലേക്ക് മുന്തിച്ച് ജമാക്കുന്നു എന്ന് കരുതും. പിന്നെ പിന്തിക്കുകയാണ്. പിന്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മു എടുത്തതുപോലെ പി എടുക്കുക. അത് സിമ്പിളാണ്, മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഐഡിയ ആണ്. പിന്തിക്കുക പറഞ്ഞാൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കുക. ഞാൻ സമയമായിക്കണു, ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കണം അതാണ്. ളുഹർ സമയമായി, പക്ഷെ നമ്മൾ ളുഹർ നിസ്കരിച്ചിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യാണ്, ളുഹറിനെ പിന്നെ നിസ്കരിക്കുകയാണ്. അതായത് അസറിന്റെ സമയത്തേക്ക് പിന്നെ നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ളുഹറിനെ അസറിലേക്ക് പിന്തിച്ച് ജമാക്കുക. ഈ ഒരു മൂപ്പി മനസ്സിലാക്കിയാൽ മതി. വളരെ സിമ്പിളാണ്. നമ്മളിത് അതിലാണ് ഏറ്റവും കൂടുതൽ സംശയം വരുന്നത്, എങ്ങനെയാണ് ഈ മുന്തിക്കലും എങ്ങനെയാണ് പിന്തിക്കലും വരുന്നത്. ഈ ജംഉ വേറെ മസ്അലയും കസ്ർ വേറെ മസ്അലയാണ്. ഇത് രണ്ടും വേറെ തന്നെയാണ്, രണ്ടും ഒന്നല്ല. രണ്ടും രണ്ടാണ്. കസ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിസ്കാരങ്ങൾ ഇനി മുന്തിച്ച് ജമാക്കുമ്പോഴും പിന്തിച്ച് ജമാക്കുമ്പോഴും ഈ നിസ്കാരങ്ങളെ ചുരുക്കി നിസ്കരിക്കലാണ്. അതായത് 4 റക്അത്തുള്ള ളുഹറിനെ 2 റക്അത്തായിട്ട് കസ്റാക്കുക. 4 റക്അത്തുള്ള ളുഹറിനെ അസറിനെയൊക്കെ 2 റക്അത്ത് കസ്റാക്കുക. പിന്നെ മഗ്രിബിൽ കസ്ർ അനുവദനീയമല്ല, അത് 3 തന്നെ നിസ്കരിക്കുക.
പിന്നെ സുബഹിയാണ്. സുബഹിയിൽ ജമ്മു കസറൊന്നും ബാധകമല്ല. അത് ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് നിസ്കരിക്കണം. എത്ര വലിയ യാത്രയാണെങ്കിലും ആ സമയത്തിന് നമ്മൾ പരിഗണിക്കുക എന്നുള്ളൊരു പാഠം കൂടി അതിൽ മനസ്സിലാക്കണം. ഇതാണ് ഈ മുന്തിക്കുക പിന്തിക്കുക എന്നുള്ളതിലുള്ള സംശയമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സമയമാകുന്നതിൻ്റെ മുമ്പ് നിസ്കരിക്കുന്നതിനെ നമ്മൾ മുന്തിച്ച് ജമാക്കുന്നു. ലുഹറാണ് നിസ്കരിക്കുന്നത്, ലുഹറിൻ്റെ സമയത്ത് അസറും കൂടി നിസ്കരിക്കുക. അസറിൻ്റെ സമയമായിട്ടില്ല, അപ്പോൾ അസറിനെ മുന്തിച്ച് ജമാക്കുക. ഇനി അസറിൻ്റെ സമയമാകുന്നതിലേക്ക് നമ്മൾ പിന്തിച്ച് ജമാക്കുക. ലുഹറിൻ്റെ സമയമായി, പക്ഷെ നമ്മൾ നിസ്കരിക്കുന്നില്ല, ഞാൻ പിന്നെയാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ അസറിൻ്റെ സമയത്തേക്ക് പിന്തിച്ച് ജമാക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. ഇത് ആ സമയത്ത് നിയ്യത്ത് വെക്കണം. ലുഹറിൻ്റെ സമയത്താണ് നമ്മൾ അസറിൻ്റെയും കൂടി നിയ്യത്ത് വെക്കേണ്ടത്. അങ്ങനെയും കൂടെ ഉണ്ട്. അതാണ്, അത് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. ലുഹറിൻ്റെ സമയം, ലുഹറിൻ്റെ മുമ്പ് രാവിലെ തന്നെ നമ്മൾ നിയ്യത്ത് വെച്ചിട്ട് ഇറങ്ങാൻ പറ്റില്ല. ലുഹർ ബാങ്ക് കൊടുത്ത് ലുഹർ നിസ്കരിക്കാനുള്ള ആ സമയമാകുമ്പോഴാണ് നമ്മൾ ഈ പിന്തിക്കുന്നതിൻ്റെ നിയ്യത്ത് വെക്കേണ്ടത്. കാരണം റബ്ബേ, ഇതിപ്പോൾ ലുഹർ നിസ്കരിക്കാനുള്ള സമയമാണല്ലോ, പക്ഷേ എനിക്കിപ്പോൾ സൗകര്യങ്ങൾ ഒത്തുവരുന്നില്ല, സാഹചര്യങ്ങൾ ഒപ്പമല്ല, അതുകൊണ്ട് ഞാൻ ഈ ലുഹറിനെ അസറിൻ്റെ സമയത്തേക്ക് പിന്നെ നിസ്കരിച്ചോളാം. ഇതാണ് ആ നിയ്യത്ത്. ഞാൻ പിന്തിച്ച് ജമാക്കാൻ കരുതി എന്ന നിയ്യത്ത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, മുന്തിച്ച് ജമാക്കുമ്പോൾ അസറിൻ്റെ സമയമായിട്ടില്ല, പക്ഷെ ഇപ്പോൾ ഞാനുള്ളത് നല്ല ഒരു സൗകര്യമൊക്കെയുള്ള സ്ഥലത്താണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, അസറിനെ സമയമാകുന്നതിൻ്റെ മുമ്പ് ഞാനിപ്പോൾ നിസ്കരിക്കാം ലുഹറിൻ്റെ കൂടെ, അതുകൊണ്ട് അസറിനെ ലുഹറിലേക്ക് മുന്തിച്ച് ജമാക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. ഇത്ര വളരെ സിമ്പിളാണ്. ഈ ഒരു സംഭവം മനസ്സിലാക്കിയാൽ തന്നെ ഈ മുന്തിക്കലും പിന്തിക്കലും നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടാവും. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. താങ്ക് യു. ഇൻഷാ അല്ലാഹ്.